ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള കൂട്ടായ്മയാണ്. നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഇടവക സമൂഹങ്ങളിലും സഭ മുഴുവനിലും ഈ കൂട്ടായ്മ അനിവാര്യമാണ്. നമുക്ക് ഈ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് ക്രിസ്തുനാഥന്റെ യഥാർത്ഥ അനുയായികളായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണെന്ന് പറയുന്നത്? ജ്ഞാനസ്നാന കൂദാശയിലൂടെയാണ് നാം ഓരോരുത്തരും ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലാണ് നാം ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അതായത് ജ്ഞാനസ്നാന കൂദാശയിലൂടെ ഒരു വ്യക്തി പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടിയുള്ള സ്നേഹത്തിലേക്ക്, ദൈവിക ജീവനിലേക്ക്, കൂട്ടായ്മയിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ ജ്ഞാനസ്നാന കൂദാശയിലൂടെ ക്രൈസ്തവ വിശ്വാസികളാവുന്ന നാം ഏകദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോഴും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്നത്, ഏകദൈവം എന്നത് മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരിക്കലും വേർപെടുത്താൻ ആവാത്ത വിധം സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ്. പരിശുദ്ധ ത്രിത്വത്തിലുള്ള സ്നേഹം നിർമ്മലവും നിഷ്കളങ്കവുമാണ്. അതൊരിക്കലും വ്യക്തികേന്ദ്രീകൃതമല്ല, മറിച്ച് അപരനിലേക്ക് സ്നേഹത്തിന്റെ നീർച്ചാലായി ഒലിച്ചിറങ്ങുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അതായത് നാം ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ സുഹൃതം ലഭിച്ചവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം ഏദൻ തോട്ടത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഏദൻ തോട്ടം എന്നത് ദൈവവും മനുഷ്യരും കൂട്ടായ്മയിൽ വസിക്കുന്ന ഒരു ഇടമായിരുന്നു. എന്നാൽ വ്യക്തികേന്ദ്രീകൃതവും സ്വാർത്ഥവുമായ ജീവിത രീതി മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഏദൻ തോട്ടം നമുക്ക് നഷ്ടമാവുകയാണ്. നമുക്ക് നഷ്ടമായ ഈ ഏദൻ തോട്ടത്തിന്റെ വാതായനങ്ങൾ തുറന്നു തരാനാണ് പരിശുദ്ധ ത്രിത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ നമ്മിൽ ഒരുവനാകുന്നത്. ഈ ദൈവപുത്രൻ കാൽവരിയിൽ സ്വയം യാഗമായി മാറുന്നത് ഈ ത്രിത്വത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി തരാനാണ്. യേശുനാഥന്റെ പരസ്യ ജീവിതകാലത്ത് ജോർദാനിൽ സ്നാനം സ്വീകരിക്കുമ്പോഴും താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോഴും പരിശുദ്ധ ത്രിത്വം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇടയിലുള്ള കൂട്ടായ്മയും ആ കൂട്ടായ്മയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുന്ന ത്രിത്വത്തിന്റെ സ്നേഹത്തെയുമാണ്. സുവിശേഷങ്ങളിൽ നാം പ്രഭാതത്തിന്റെ ആദ്യ നിമിഷങ്ങളിലും രാത്രിയുടെ വൈകിയ വേളയിലും പ്രാർത്ഥിക്കുന്ന യേശുനാഥനെ കാണുന്നുണ്ട്. യേശുനാഥന്റെ പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും വാക്കുകളുടെ അതിപ്രസരമായിരുന്നില്ല, മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കലായിരുന്നു. ഈ കൂട്ടായ്മയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് യേശുനാഥൻ പരിശുദ്ധ കുർബാന, സ്നേഹത്തിന്റെ കൂദാശ സ്ഥാപിക്കുന്നത്. ഒരു തവണ പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നാം അനുഭവിക്കേണ്ടത് പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള ആ കൂട്ടായ്മ, നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ആ കൂട്ടായ്മയുടെ മുന്നാസ്വാദനമാണ്. നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഇടവക സമൂഹങ്ങളിലും സഭ മുഴുവനിലും കൂട്ടായ്മ തകർക്കപ്പെടുമ്പോൾ പരിശുദ്ധ ത്രിത്വമായിട്ടുള്ള കൂട്ടായ്മ തന്നെയാണ് തകർക്കപ്പെടുക. നമ്മുടെ പരിശുദ്ധ ത്രിത്വമായിട്ടുള്ള കൂട്ടായ്മ തകർക്കുവാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന വ്യക്തി സാത്താനാണ്. സാത്താൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിഭജനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനെന്നാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിനുള്ള സ്ഥാനത്തെ തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ത്രിത്വവുമായിട്ടുള്ള ഈ കൂട്ടായ്മയിലേക്ക്, ഈ ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ത്രിത്വവുമായിട്ടുള്ള ഈ കൂട്ടായ്മയിൽ പ്രവേശിച്ച് ഐക്യത്തെ വളർത്തുന്ന, ദൈവരാജ്യത്തെ പടുത്തുയർത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.